ഹലോ, ഞങ്ങളുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഡെസേർട്ട് ലവേഴ്സിൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ളൊരു കേക്കാണ്, ചോക്ലേറ്റ് ട്രെസ് ലെച്ചസ് കേക്ക്. ട്രെസ് ലെച്ചസ് എന്ന് പറയുന്നത് ഒരു സ്പാനിഷ് വേർഡാണ്. ട്രെസ് എന്ന് പറഞ്ഞാൽ 3, ലെച്ചേസ് എന്ന് പറഞ്ഞാൽ മിൽക്ക്. 3 തരം പാൽ വെച്ചിട്ടുണ്ടാക്കുന്ന ഒരു ലിക്വിഡിൽ സോക്ക് ചെയ്ത് കുതിർത്തി ഉണ്ടാക്കുന്ന ഒരു കേക്കാണ് കേട്ടോ ഇത്. അപ്പോൾ അത്രയും സോഫ്റ്റ് ആയിരിക്കും കേക്ക്. നമ്മുടെ വായിലിട്ടാലേ അലിഞ്ഞങ്ങ് പോകും. അപ്പോൾ അങ്ങനെയാണ് കേട്ടോ ഈ കേക്ക് ഉണ്ടാക്കുന്നത്. ട്രെസ് ലെച്ചസ് കേക്കിൻ്റെ കാര്യം പറഞ്ഞാൽ ഇത് ഒരുപാട് ഫ്ലേവേഴ്സിൽ കാണാറുണ്ട് കേട്ടോ. ഇപ്പോൾ മെയിനായിട്ട് ഉള്ള ഫ്ലേവേഴ്സ് എന്ന് പറഞ്ഞാൽ റോസ് മിൽക്ക്, വാനില ഫ്ലേവർ, അതുപോലെ തന്നെ ചോക്ലേറ്റ്. ഇപ്പം നമ്മളിവിടെ കാണിക്കാൻ പോണത് ചോക്ലേറ്റിൻ്റെ ട്രെസ് ലെച്ചസ് കേക്കാണ് കേട്ടോ. അപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും, നല്ലോണം ആ ചോക്ലേറ്റ് മിൽക്കിൽ കുതിർന്നിരിക്കുന്ന ഒരു കേക്കാണ്. നമ്മുടെ വായിൽ വെച്ചാൽ അത് അലിഞ്ഞു പോവും. എനിക്ക് കാണുമ്പോൾ തന്നെ ഇപ്പോഴേ കൊതി വന്നു. കേക്ക് ഉണ്ടാക്കി തീർന്നു പോയി, അതുകൊണ്ടാണ് കേട്ടോ. ഞാനിന്നിവിടെ ഈ കേക്ക് ബീറ്ററൊന്നും ഇല്ലാതെ തന്നെയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ ബീറ്ററൊന്നും ഇല്ലാത്തവർക്കും പരീക്ഷിച്ച് നോക്കാൻ പറ്റുന്ന ഒരു റെസിപ്പി ആയിരിക്കും ഇത്. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് കടക്കാം. നമുക്ക് ആദ്യം ഒരു സോസ് പാനിലേക്ക് പാൽ ഒഴിച്ചു കൊടുക്കാം. ഒരു 1.5 കപ്പ് പാലാണ് എടുത്തിരിക്കുന്നത്. ഇനി നമ്മൾ അതിനകത്തേക്ക് ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഒരു 1/4 കപ്പോളം വെജിറ്റബിൾ ഓയിലാണ് ഞാൻ ഒഴിച്ചു കൊടുത്തത്. നിങ്ങൾക്ക് സൺഫ്ലവർ ഓയിലോ അങ്ങനെ എന്തെങ്കിലും ഓയിൽ എടുക്കാം, വെളിച്ചെണ്ണ എടുക്കണ്ട കേട്ടോ. ഇനി നമുക്ക് അതിനകത്തേക്ക് കൊക്കോ പൗഡർ ചേർക്കാം. ഞാനൊരു 1/2 കപ്പോളം കൊക്കോ പൗഡറാണ് കേട്ടോ ചേർക്കുന്നത്. ഇതെല്ലാം നമുക്കൊരു വിസ്ക് വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇതിനകത്തേക്ക് ബട്ടർ ചേർക്കുന്നത്. ഇതൊരു മോയിസ്റ്റ് കേക്കാണ് കേട്ടോ. നല്ല ടേസ്റ്റുള്ളൊരു കേക്കാണ്. ഈ കേക്കായിട്ട് തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. ഞാനിവിടെ മിക്കപ്പോഴും മോന് പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു ചോക്ലേറ്റ് കേക്കാണ് കേട്ടോ ഇത്. അപ്പോൾ ആ കേക്കിൽ തന്നെയാണ് ഞാൻ ഈ ട്രെസ് ലെച്ചസ് കേക്കും ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ വളരെ ഈസി ആയിട്ടുള്ള റെസിപ്പി, അതുകൊണ്ടാണ് അത് തന്നെ എടുക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഈ നമ്മളെല്ലാം നന്നായിട്ട് കലക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതിനകത്തേക്ക് ബട്ടർ ചേർത്ത് കൊടുക്കാം. നമ്മളിവിടെ ചേർക്കുന്നത് 100 ഗ്രാമോളം ബട്ടറാണ്. അതായത് ഒരു 1/3 കപ്പ് പ്ലസ് ഒരു 2 ടേബിൾ സ്പൂൺ ബട്ടറാണ് കേട്ടോ ഏകദേശം നമ്മൾ ചേർക്കുന്നത്. അളവുകളെല്ലാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഇനി നമ്മൾ തീ ഓൺ ആക്കാം. അത് കഴിഞ്ഞിട്ട് ബട്ടർ അലിയുന്നത് വരെ നമ്മൾ ഇതിനെ ചൂടാക്കിയെടുക്കണം. പാലങ്ങനെ തിളപ്പിക്കണം എന്നില്ല. ബട്ടർ അലിഞ്ഞ് ചേരുമ്പോഴത്തേക്കും പാൽ ഏകദേശം ഒന്ന് ചൂടായിട്ടുണ്ടാവും, അത് മതിയാവും. അപ്പോൾ നമ്മളിങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ നമ്മുടെ ബട്ടറെല്ലാം നന്നായിട്ട് അലിഞ്ഞ് ചേർന്നിട്ടുണ്ട്. നമുക്കിനി തീ ഓഫ് ചെയ്യാം. എന്നിട്ടിനി ഇത് റൂം ടെമ്പറേച്ചറിലാവാനായിട്ട് വെയിറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ അത് നന്നായിട്ട് ചൂടാറുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. നമുക്കിനി കേക്കിന് വേണ്ടിയിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഒരു കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് ചേർക്കുന്നുണ്ട്. ഒരു 1.5 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ആഡ് ചെയ്യുന്നുണ്ട്. 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഇടാം. ഇതെല്ലാം ചേർത്തിട്ട് നമുക്ക് ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഒരു വിസ്ക് വെച്ചിട്ടാണ് കേട്ടോ ഞാൻ മിക്സ് ചെയ്യുന്നത്. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്കതിനെ മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് കുറച്ച് പഞ്ചസാര പൊടിച്ചെടുക്കാം. അപ്പോൾ ഞാനൊരു മിക്സിനകത്ത് ചെറുതായിട്ടുള്ള തരി വരുന്ന രീതിയിൽ പഞ്ചസാര ഒരു കപ്പും 2 ടേബിൾ സ്പൂണും പൊടിച്ചെടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് ഒരു റൂം ടെമ്പറേച്ചറിലുള്ള മുട്ട ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ബീറ്ററുള്ളവർ അത് വെച്ച് ചെയ്യാം കേട്ടോ. ഓവൻ ഒന്ന് പ്രീ ഹീറ്റ് ചെയ്യാൻ വെക്കാം. 350ലാണ് കേട്ടോ വെക്കുന്നത്. അതായത് 180 ഡിഗ്രി സെൽഷ്യസിലാണ് പ്രീ ഹീറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മുടെ ചോക്ലേറ്റ് മിശ്രിതമൊക്കെ നന്നായിട്ട് ചൂടാറിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആ മിക്സ് ചെയ്ത് വെച്ച ഡ്രൈ ഇൻഗ്രീഡിയൻസിലേക്ക് അത് ഒഴിച്ചു കൊടുക്കുകയാണ്. അതുപോലെ തന്നെ മുട്ടയും പഞ്ചസാരയും അടിച്ചതും കൂടെ നന്നായിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇത് കട്ടയൊന്നും കൂടാതെ നന്നായിട്ട് കലക്കിയെടുക്കണം കേട്ടോ. അപ്പോൾ ആദ്യം ഞാൻ ഇങ്ങനെ ചെയ്തിട്ട് പിന്നെ വിസ്ക് വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. എങ്കിലാണ് കട്ടയൊന്നും ഇല്ലാതെ കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഇപ്പോൾ നമ്മുടെ ബാറ്റർ ഏകദേശം റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. നന്നായിട്ട് മിക്സായി കഴിയുമ്പോൾ നമ്മളൊരു ട്രേയിലേക്ക് ഒഴിച്ചിട്ട് ബേക്ക് ചെയ്യാൻ വെക്കുകയാണ്. ഞാനിവിടെ ഒരു ഗ്ലാസിൻ്റെ ട്രേ ആണ് കേട്ടോ എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് സാധാരണ ബേക്കിംഗ് ട്രേ എടുത്താൽ മതി. ഞാൻ പാർച്ച്മെൻറ്റ് പേപ്പർ വയ്ക്കാൻ ശരിക്കും പറഞ്ഞാൽ മറന്നുപോയതാണ്. നിങ്ങളത് വെച്ചോളൂ. എൻ്റെ പാർച്ച്മെൻറ്റ് പേപ്പർ വെക്കാതെ ഇരുന്നിട്ടും അങ്ങനെ അടിയിലൊന്നും പിടിച്ചില്ല. അപ്പോൾ നമുക്കിനി ഇത് ബേക്ക് ചെയ്തെടുക്കാം. ഇതൊരു 25 മുതൽ 30 മിനിറ്റ് വരെയാണ് കേട്ടോ ബേക്ക് ചെയ്തെടുക്കേണ്ടത്. എനിക്കൊരു 30 മിനിറ്റോളം എടുത്തു. അതുപോലെ തന്നെ ഓവൻ ഇല്ലാത്തവർക്ക് ഇത് കുക്കറിലോ അല്ലാതെ ഒരു പാനിലോ ഒക്കെ വേണമെങ്കിലും ഉണ്ടാക്കിയെടുക്കാൻ പറ്റും.
ഇപ്പോൾ നമ്മുടെ കേക്ക് ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട്. നമുക്കതൊരു സ്ക്യൂർ വെച്ചിട്ട് കുത്തി നോക്കാം. ഇപ്പോൾ അതിനകത്തൊന്നും പറ്റിപ്പിടിച്ച് വന്നിട്ടില്ല. അപ്പോൾ നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട്. നമുക്കിനി അതിനെ എടുത്ത് പുറത്ത് വയ്ക്കാം കേട്ടോ. ഇനി നമുക്ക് കേക്ക് നല്ലോണം ചൂടാറാനായിട്ട് വെയിറ്റ് ചെയ്യാം. അപ്പോഴേക്കും നമുക്ക് ചോക്ലേറ്റ് മിൽക്ക് റെഡിയാക്കി എടുക്കാം കേട്ടോ. നമുക്ക് നമ്മുടെ ചോക്ലേറ്റ് കേക്ക് സോക്ക് ചെയ്യാനായിട്ടുള്ള ചോക്ലേറ്റ് മിൽക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഞാൻ അതിനകത്തേക്ക് കുറച്ച് പാലെടുത്തിട്ടുണ്ട്. അതൊന്ന് ചൂടാക്കിയെടുത്തു. ചോക്ലേറ്റ് ഒന്ന് അലിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് ബേക്കിംഗ് ചോക്ലേറ്റ് എടുത്തിട്ടുണ്ട്. അളവ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ആ ചോക്ലേറ്റ് ഒന്ന് അലിയിപ്പിച്ചെടുക്കുകയാണ്. ജസ്റ്റ് വിസ്ക് വെച്ചിട്ട് ഇളക്കി വരുമ്പോഴേക്കും നന്നായിട്ട് അലിഞ്ഞ് കിട്ടും. ചൂട് പാലല്ലേ, അപ്പോൾ പെട്ടെന്ന് അലിഞ്ഞോളും. നിങ്ങളുടെ കയ്യിൽ ബേക്കിംഗ് ചോക്ലേറ്റ് ഇല്ലെന്നുണ്ടെങ്കിൽ കൊക്കോ പൗഡർ യൂസ് ചെയ്യാം കേട്ടോ. പക്ഷേ ചോക്ലേറ്റിനാണ് കൂടുതൽ ടേസ്റ്റ് എന്നേ ഉള്ളൂ. പക്ഷേ വേറെ വ്യത്യാസമൊന്നുമില്ല. അതിനകത്തേക്ക് ഞാനൊരു കപ്പ് ഇവാപ്പറേറ്റഡ് മിൽക്കാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇവാപ്പറേറ്റഡ് മിൽക്ക് ഒഴിക്കുമ്പോൾ കൂടുതൽ ടേസ്റ്റാണ്. ഇല്ലെങ്കിൽ നിങ്ങൾ സാധാരണ പാലൊഴിച്ചാൽ മതി. ഇനി നമുക്ക് ഒരു കപ്പ് കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കാം. അതും ചേർത്ത് നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക. നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. ഇപ്പോൾ മനസ്സിലായില്ലേ, ഈ 3 തരം പാലല്ലേ നമ്മൾ ഇതിനകത്തേക്ക് ഒഴിക്കുന്നത്. അപ്പോൾ കേക്കിന് എങ്ങനെയല്ലേ ടേസ്റ്റ് ഉണ്ടാവാതിരിക്കുക. അടിപൊളിയാണ് ഈ കേക്കിൻ്റെ ടേസ്റ്റ് കേട്ടോ. അപ്പോൾ നമ്മുടെ ചോക്ലേറ്റ് ബാത്ത് റെഡിയായി. അങ്ങനെയാണ് കേട്ടോ ഇതിന് പറയുക. അപ്പോൾ നമുക്കിനി ഇത് അങ്ങ് മാറ്റി വയ്ക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് കേക്ക് ചൂടാറിയോ നോക്കാം. അപ്പോൾ കേക്ക് നന്നായിട്ട് ചൂടാറിയിട്ടുണ്ട്. ചൂടാറി കഴിയുമ്പോൾ നമ്മളിതുപോലെ സ്ക്യൂവറോ അല്ലെങ്കിൽ ഒരു ടൂത്ത് പിക്കോ ഒക്കെ വെച്ചിട്ട് നന്നായിട്ട് ഹോൾസ് ഇട്ട് കൊടുക്കുക. ഇങ്ങനെ ഹോൾസ് ഇട്ടാലാണ് നമ്മൾ ഈ ഒഴിക്കുന്ന മിൽക്കെല്ലാം ഇതിനകത്തേക്ക് പെട്ടെന്ന് അബ്സോർബായിട്ട് നല്ലോണം ഇങ്ങനെ എന്താ പറയുക കുതിർന്ന് വരുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ കേക്കിൽ ഫുള്ള് നമുക്ക് വേണമെങ്കിൽ ഫോർക്ക് ഉപയോഗിക്കാം കേട്ടോ. ഇത് നല്ല മോയിസ്റ്റ് കേക്ക് ആയതുകൊണ്ട് ഫോർക്ക് ഉപയോഗിച്ചാൽ പെട്ടെന്ന് അങ്ങ് പൊളിഞ്ഞു പോരുമെന്ന് പേടിച്ചിട്ടാണ് ഞാൻ ചെറിയ ടൂത്ത് പിക്ക് വെച്ചിട്ടാണ് കേട്ടോ ഇങ്ങനെ ഹോൾസ് ഉണ്ടാക്കുന്നത്. നല്ലോണം ഹോൾസ് ഇട്ടോളൂ. അപ്പോൾ ഇനി നമുക്ക് ഈ കേക്കിൻ്റെ മേളിലോട്ട് ഈ മിക്സ്ചർ ഒഴിച്ചു കൊടുക്കാം. കുറേശ്ശെയായിട്ട് ഒഴിച്ചു കൊടുക്കുന്നതാണ് കേട്ടോ നല്ലത്. അപ്പോൾ ഒഴിക്കുമ്പോൾ തന്നെ അതങ്ങ് അബ്സോർബ് ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റും. ഇനി നമ്മൾ ഇതെല്ലാം ഫുള്ള് ഒഴിച്ച് കഴിഞ്ഞിട്ട് നമ്മളൊരു പ്ലാസ്റ്റിക് റാപ്പർ വെച്ചിട്ട് നന്നായിട്ട് റാപ്പ് ചെയ്ത് ഒരു 3 തൊട്ട് 4 മണിക്കൂർ വരെ ഫ്രിഡ്ജിൽ വെക്കും. എങ്കിലാണ് ഈ പാലിൻ്റെ ഇതെല്ലാം നന്നായിട്ട് കുതിർന്ന് ആ കേക്ക് നല്ല അടിപൊളിയായിട്ട് വരുള്ളൂ. അപ്പോൾ നമുക്കിതിനെ നന്നായിട്ട് മൂടി വെച്ചിട്ട് ഫ്രിഡ്ജിൽ കയറ്റാം. 4 മണിക്കൂർ കഴിഞ്ഞിട്ട് പുറത്തെടുക്കാം. അപ്പോൾ ഇനി നമ്മൾ ഇതിനകത്തേക്ക് ഒരു ചോക്ലേറ്റ് ഫ്രോസ്റ്റിങ് ചെയ്യാൻ പോവാണ് കേട്ടോ. അപ്പോൾ അത് ചെയ്യുന്നത് നമ്മുടെ കേക്ക് പുറത്തെടുക്കുന്നതിന് ഒരു അരമണിക്കൂർ മുന്നേ ചെയ്താൽ മതി കേട്ടോ. ആദ്യം നമുക്കൊരു ചോക്ലേറ്റ് ഗനാഷ് ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് ചോപ്പ് ചെയ്തിട്ടുള്ള ചോക്ലേറ്റിനകത്തേക്ക് കുറച്ച് ചൂട് പാലൊന്ന് ഒഴിച്ചു കൊടുത്തു. അതൊന്ന് ചോക്ലേറ്റ് ഒന്ന് മെൽറ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ അതേ നോക്കൂ, ഇതുപോലെ നന്നായിട്ട് മെൽറ്റായിട്ട് വന്നിട്ടുണ്ട്. നമുക്കിനി അതിനെ മാറ്റി വയ്ക്കാം. ഇനി വേറൊരു ബൗളെടുത്ത് നമുക്ക് കുറച്ച് വിപ്പിംഗ് ക്രീം ഒഴിച്ചിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനൊരു തണുത്ത ബൗളാണ് കേട്ടോ എടുത്തേക്കുന്നത്. അതായത് ഈ ബൗളും വിസ്കും ഒക്കെ ഞാൻ ഫ്രീസറിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ വെക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ബീറ്റ് ചെയ്തെടുക്കാൻ എളുപ്പമാണ്. ബീറ്റർ ഉണ്ടെങ്കിൽ അത് വെച്ച് ചെയ്തോളൂ, വെറുതെ എന്തിനല്ലേ കൈക്ക് പണി ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് ഇതുപോലെ നന്നായിട്ട് ബീറ്റ് ചെയ്ത് കൊടുക്കുക. കുറച്ചൊന്ന് തിക്കായി വരുമ്പോൾ നമുക്ക് കുറച്ച് പഞ്ചസാര അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. മധുരമൊക്കെ അവനവൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് അഡ്ജസ്റ്റൊക്കെ ചെയ്യാം കേട്ടോ. എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തോളുക. അതുപോലെ തന്നെ ഞാൻ കുറച്ച് വാനില എസൻസും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ ആ തണുത്ത ചോക്ലേറ്റ് ഗനാഷ് ചേർത്തിട്ട് നന്നായിട്ട് സ്റ്റിഫായിട്ടുള്ള പീക്സ് വരുന്നത് വരെ നമുക്ക് ഇതുപോലെ ബീറ്റ് ചെയ്തെടുക്കണം. ഈ ചോക്ലേറ്റ് ഫ്രോസ്റ്റിങ് നിങ്ങൾക്ക് ഓപ്ഷണലാണ്. ഇതൊന്നും ഇല്ലാതെ തന്നെ കേക്കിന് നല്ല ടേസ്റ്റാണ് കേട്ടോ. പിന്നെ ഞാനൊരു എന്താ പറയുക, കുറച്ചുകൂടെ ഒന്ന് രസമായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇതും കൂടെ ഉണ്ടാക്കിയത്. ഇപ്പോൾ നമ്മുടെ വിപ്പിംഗ് ക്രീമൊക്കെ നന്നായിട്ട് സ്റ്റിഫായിട്ടുള്ള പീക്സ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ കേക്ക് പുറത്തെടുത്ത് നോക്കാം കേട്ടോ. അപ്പോൾ ഇപ്പോൾ 4 മണിക്കൂർ കഴിഞ്ഞു നമ്മുടെ കേക്ക് പുറത്തെടുത്തു. ഇപ്പോൾ ഞാൻ കാണിച്ചു തരാം കേട്ടോ എങ്ങനെയാണ് അവസ്ഥ എന്ന്. കണ്ടോ, നമ്മൾ ഒഴിച്ചു കൊടുത്ത പാലെല്ലാം അതിനകത്ത് അബ്സോർബായി, ഒന്നും തന്നെ ബാക്കിയില്ല. അപ്പോൾ നമ്മൾ ഈ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഫ്രോസ്റ്റിങ് ഇനി അതിൻ്റെ മുകളിലേക്ക് നന്നായിട്ട് കവർ ചെയ്ത് കൊടുക്കാം. സാധാരണ ഞാനിങ്ങനെ കേക്കൊന്നും ഒരുപാട് ഡെക്കറേറ്റ് ചെയ്യുന്ന ആളല്ല കേട്ടോ. അതുകൊണ്ട് തന്നെ എൻ്റെ കയ്യിൽ കേക്ക് ഡെക്കറേറ്റ് ചെയ്യാനുള്ള സാധനങ്ങളൊന്നും തന്നെ ഇല്ല.
അപ്പോൾ ഞാൻ എൻ്റെ കയ്യിലുള്ള ഒരു സ്പാച്ചുല വെച്ചിട്ട് ചെയ്തതേ ഉള്ളൂ. ഇത് കംപ്ലീറ്റ്ലി ഓപ്ഷണലാണ്. നിങ്ങൾക്ക് ഇഷ്ടമില്ലെങ്കിൽ ഇതൊന്നും ചെയ്യണമെന്നില്ല. ഇല്ലാതെ തന്നെ നല്ല ടേസ്റ്റാണ് കേട്ടോ കേക്ക്. ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് വീണ്ടും നമ്മളൊരു 30 മിനിറ്റ് ഫ്രിഡ്ജിൽ വെക്കണം, എല്ലാം ഒന്ന് സെറ്റ് ആവാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞിട്ട് എടുത്തിട്ടാണ് കേട്ടോ നമുക്ക് കഴിക്കാൻ പറ്റുക. എന്തൊരു പാടാല്ലേ. ഇവിടെയാണെങ്കിൽ മോനൊക്കെ ഇത്രയും നേരം വെയിറ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ അങ്ങനെ നമ്മുടെ ചോക്ലേറ്റ് ട്രസ് ലെച്ചസ് കേക്ക് റെഡിയായി. നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ളൊരു കേക്കാണ്. ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ ഡെസേർട്ട് ലവേഴ്സിൻ്റെ ഫേവറേറ്റ് കേക്കാണ്. നിങ്ങൾ ഒരു തവണ ഒന്ന് ഉണ്ടാക്കി നോക്കൂ. ആദ്യം നിങ്ങൾക്ക് തോന്നും കുറച്ച് ബുദ്ധിമുട്ടാണെന്ന്, പക്ഷേ അത്ര ബുദ്ധിമുട്ടൊന്നും ഇല്ല. ഉണ്ടാക്കി നോക്കിയിട്ട് ഞങ്ങളെ അഭിപ്രായങ്ങൾ അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരൊന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്തേക്കണം കേട്ടോ, ഞങ്ങളുടെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുവാണെങ്കിലേ. അപ്പോൾ എല്ലാവർക്കും അടുത്ത തവണ കാണുന്നവരേക്കും ബൈ.